മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയെ കൂട്ടി കൃഷ്ണമോൾ നേരെ മുറിയിലേക്ക് വരികയാണ്. വൈജയന്തിയുടെ മുഖം കണ്ട സങ്കടമാണോ ദേഷ്യമാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അന്നേരം കൃഷ്ണമോൾ ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ വെറുതെ രോഹിത്തേട്ടനോട് ദേഷ്യപ്പെടുന്നത്? കണ്ട ഉടനെ അങ്ങനെ പറയേണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതുകൊണ്ടൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പാവം ഏട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചു എന്നല്ലാതെ. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, നിനക്കതൊക്കെ പറയാം, എൻ്റെ വിഷമം എനിക്കല്ലേ അറിയാത്തുള്ളൂ. ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ എത്രമാത്രം അനുഭവിച്ചു എന്നറിയോ? ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ. കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. ആരാ അതിന് കാരണം? ഒരു പരിധിവരെ അതിനൊക്കെ കാരണക്കാരി അമ്മ തന്നെയല്ലേ? ഇപ്പം തന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛനോടൊരക്ഷരം പോലും അമ്മ മിണ്ടിയിട്ടുണ്ടോ? ഇതൊക്കെ കണ്ടിട്ടല്ലേ മക്കളായ ഞങ്ങളൊക്കെ വളരുന്നത്. വൈജയന്തിക്കത് കേട്ട് ദേഷ്യം വന്നു. എടി, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. നിനക്ക് ആ അലീനയോടും ബാലചന്ദ്രനോടുമുള്ള കൂറൊക്കെ എനിക്കറിയാം. കൃഷ്ണമോൾ ഉടനെ തന്നെ മറുപടി കൊടുത്തു. അമ്മേ, അതുകൊണ്ടൊന്നല്ല, നീതി എവിടെയാണോ അവിടെ ഞാൻ നിൽക്കും. അമ്മ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും കൂടെ അമ്മയുടെ കൂടെ നിൽക്കുമെന്ന്. അതൊക്കെ വെറുതെയാ. ഞാനും ബബിതേച്ചിയും രോഹിത്തേട്ടനും ഒന്നും അമ്മയുടെ കൂടെ വരില്ല. ഇത് കേട്ടപ്പോൾ വൈജയന്തി തറപ്പിച്ചു പറഞ്ഞു, ബബിത ഞാൻ പറയുന്നത് കേൾക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എവിടെ നിന്ന് പോകും. അവളും എൻ്റെ കൂടെ വരും. രോഹിത്തിന് വയ്യാതിരിക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവനും എൻ്റെ കൂടെ വരുമായിരുന്നു. കൃഷ്ണമോള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മേ, ബബിതേച്ചി ഇനി അമ്മയുടെ കൂടെ ഒരിക്കലും വരില്ല. അലീന ചേച്ചി എല്ലാവർക്കും സ്നേഹമാണ് കൊടുക്കുന്നത്. അമ്മ കുറേ നേർച്ചയും വഴിപാട് നടത്തുന്നത് കൊണ്ടല്ലേ രോഹിതേട്ടൻ പുറത്തിറങ്ങിയത്. അലീന ചേച്ചി ആ ശരണ്യെ കണ്ട് സംസാരിച്ചത് കൊണ്ടാണെന്ന് പറയും. വൈജയന്തി പുച്ഛിച്ചു. അതിന് അവൾ എന്ത് ചെയ്തെന്നാ നീ ഈ പറയുന്നത്? കൃഷ്ണമോള് വിവരിച്ചു കൊടുത്തു. അമ്മേ, ആ ശരണ്യെ കാണാൻ വേണ്ടി ചേച്ചി പോയപ്പോൾ അവിടെ നടന്നത് അമ്മ അറിഞ്ഞോ? ചേച്ചിയുടെ തലയിലൂടെ മണ്ണെണ്ണ വരെ അവരൊഴിച്ചു. കത്തിക്കാൻ നോക്കി, എന്നിട്ടും ചേച്ചി പിന്മാറിയില്ല. ചേച്ചി ശരണ്യയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ടാണ് അവൾ കോടതിക്ക് മുന്നിൽ സത്യം പറഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രോഹിത്തേട്ടൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. എന്നിട്ടിപ്പോൾ വലിയ വർത്താനം പറയാണോ? വൈജയന്തി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എടി, അവളൊന്നും എൻ്റെ മോനെ രക്ഷിക്കില്ല. അവൾ ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവളാണ്. കൃഷ്ണക്കത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാനായില്ല. അമ്മ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? എങ്കിൽ അമ്മ തനിച്ചു പോയി താമസിക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അച്ഛൻ പിന്നെ അമ്മയെ ഒരിക്കലും ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. അമ്മയുടെ ആങ്ങളമാർ പോലും അമ്മയെ ഇനി തിരിഞ്ഞു നോക്കില്ല. ആരും വേണ്ട എനിക്ക്, തനിച്ച് നിൽക്കാൻ എനിക്കറിയാമെന്ന് വൈജയന്തി ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെ അലീന രോഹിത്തിനുള്ള കഞ്ഞിയുമായി മുറിയിലേക്ക് ചെന്നു. രോഹിത് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുമായിരുന്നു. രോഹിത്തെ, എഴുന്നേൽക്ക്, ഇച്ചിരി കഞ്ഞി കുടിക്ക്. ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കണമെങ്കിൽ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെല്ലണം. ശരീരം തളർന്നു പോകുമെന്ന് അലീന പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് രോഹിത് തീർത്തും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് ചോദിച്ച് അലീന അവനെ പതുക്കെ പിടിച്ചിരുത്തി എഴുന്നേൽപ്പിച്ചു. ജയിലിൽ നിന്നും വന്നതിന് ശേഷം അവനൊന്നും തന്നെ കഴിച്ചിരുന്നില്ല. കൂട്ടിന് നല്ല പനിയും. അലീന ഒരു വിധത്തിൽ അവനെ കട്ടിലേക്ക് അങ്ങ് ചാരിയിരുത്തിയിട്ട് കഞ്ഞി നീട്ടി. പക്ഷേ രോഹിത് അതൊന്ന് ഒറ്റ തട്ടങ്ങ് കൊടുത്തു. അലീനക്ക് സങ്കടവും ദേഷ്യവും വന്നു. എന്താ രോഹിത് ഇത്? നീ എന്തിനാ ഇതിങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നത്? നിനക്ക് എന്നോടാണോ ദേഷ്യം, അതോ അച്ഛനോടാണോ? ഈ കഞ്ഞി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ? അലീന തുടർന്നു. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിനക്ക് എന്തെങ്കിലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ? നീയും ഹരിയും കൂടി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ പോലും ഞാനൊരു പരാതി കൊടുക്കാൻ പോയിട്ടില്ല. നീ എൻ്റെ സഹോദരനാണെന്ന് കരുതിയിട്ട് ഞാനൊന്നും നിന്നെ ചെയ്യാതിരുന്നത്. നീ ജയിലിൽ കിടന്നപ്പോൾ ഇവിടെ ആരും സന്തോഷിച്ചിട്ടില്ല. നിന്നെ പുറത്തിറക്കാൻ ഞാനും അച്ഛനും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്കറിയാമോ? സ്നേഹം മനസ്സിലാക്കാൻ നിനക്ക് കണ്ണില്ലായിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ഞാൻ പോയിക്കോളാം. ഇത് കേട്ടപ്പോൾ രോഹിത് അവളെ ഒന്ന് നോക്കി. നീ ഇത് കുടിക്ക് രോഹിത്തെ, നിന്റെ ആരോഗ്യം മോശമായ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വരും. കേൾക്ക് മോനെ എന്ന് അലീന സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം രോഹിത്തിന് വല്ലാത്തൊരവസ്ഥയായി. സ്വന്തം അമ്മ വന്നപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിക്കാനേ നിന്നുള്ളൂ. പക്ഷേ അലീന ഒരു ചേച്ചിയെപ്പോലെ ഒരമ്മയെപ്പോലെ തന്നെ തലോടുന്നു. അലീന കഞ്ഞി കോരിക്കൊടുത്തപ്പോൾ അവൻ ഇത്തവണ വാ തുറന്നു. അത് കണ്ടപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞുപോയി. കഞ്ഞിയൊക്കെ കുടിച്ച് ഉഷാറായാലേ അസുഖം മാറൂ. നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ആഹാരത്തോട് കാണിക്കരുത്. എന്നെ വേണമെങ്കിൽ നീ തല്ലിക്കോ, ചീത്ത പറഞ്ഞോ, പക്ഷേ കഴിക്കാതെ ഇരിക്കരുത് എന്ന് അലീന അവനെ ഉപദേശിച്ചു. മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം അവനെ കിടത്തിയിട്ടാണ് അലീന മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. രോഹിത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. താൻ ആരെയാണോ നശിപ്പിക്കാൻ നോക്കിയത് അവൾ മാത്രമേ തനിക്ക് ഒരു അപകടം വന്നപ്പോൾ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് അവൻ വേദനയോടുകൂടെ ഓർത്തു. ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട എന്ന് അലീന അന്ന് പറഞ്ഞത് കേൾക്കാത്തതിൽ അവന് നല്ല കുറ്റബോധം തോന്നി. അലീന അടുക്കളയിലേക്ക് വന്നപ്പോൾ കൃഷ്ണമോൾ ഓടിച്ചെന്നു. ചേച്ചി, രോഹിതേട്ടൻ കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചു എന്ന് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ അലീനയെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ വന്നപ്പോൾ കൃഷ്ണമോൾ ഈ ഒരു വിവരം പറഞ്ഞു. ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എനിക്കറിയാമായിരുന്നു അവനെ മാറ്റിയെടുക്കാൻ നിനക്ക് പറ്റുമെന്ന്. അലീന പറഞ്ഞു. അച്ഛൻ വിഷമിക്കേണ്ട.
അവനെ നമുക്ക് പഴയ രോഹിത്തായി തിരിച്ചു കൊണ്ടുവരാം. അവൻ നല്ലവനാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വൈജയന്തി ഇവരുടെ സംസാരമെല്ലാം തന്നെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മക്കൾ പോലും തൻ്റെ കൂടെ നിൽക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവൾ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വൈജയന്തി കണ്ടത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും ബബിതയും ചേർന്ന് സിറ്റൗട്ടിൽ ചായ കുടിച്ച് ചിരിച്ചു വർത്താനം അറിയുന്നു. തൻ്റെ അസാന്നിധ്യം ആരും അറിയുന്നു പോലുമില്ല. വൈജയന്തി പതിയെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൻ ജനലിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കാണ്. അവൻ്റെ മുഖത്ത് ആ ഒരു പഴയ കലിപ്പല്ല, പകരം എന്തോ വലിയ ആലോചനയിലാണ്. മോനെ, ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. എൻ്റെ ആങ്ങളമാരുടെ കൂടെ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. അവിടെ ആരും നമ്മളെ ഒന്നും പറയില്ല എന്ന് വൈജയന്തി പറഞ്ഞു. രോഹിത് പതുക്കെ തിരിഞ്ഞു നോക്കി തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ പോയിക്കോ, പക്ഷേ ഞാൻ വരുന്നില്ല. ജയിലിലെ ആ ഇരുട്ടുമുറിയിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ വന്നത് അലീന ചേച്ചി മാത്രമാണ്. അമ്മ വന്നത് എന്നെ വഴക്ക് പറയാനും ഉപദേശിക്കാനും മാത്രമാണ്. എനിക്ക് സ്നേഹം എന്താണെന്ന് ഇത്രയും കാലം പറഞ്ഞു തന്നത് ആ ഹരിയാണ്. പക്ഷേ അത് വ്യാജമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കിനി അലീന ചേച്ചിയുടെ സ്നേഹം മാത്രം മതിയമ്മേ. രോഹിത്തിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ വൈജയന്തിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. തൻ്റെ അവസാനത്തെ ആയുധവും തന്നെ കൈവിട്ടിരിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം ബാലചന്ദ്രൻ എല്ലാവരെയും കൂട്ടി ഹാളിലേക്ക് വിളിച്ചു വരുത്തി. അലീനയുടെ കയ്യിൽ ഒരു വലിയ ഫയൽ ഉണ്ടായിരുന്നു. വൈജയന്തി വിചാരിച്ചത് തങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാനുള്ള ആധാരമാണ് അത് എന്നാണ്. എന്നാൽ അലീന അത് ബബിതയുടെയും കൃഷ്ണമോളുടെയും കയ്യിലേക്ക് കൊടുത്തു. രോഹിത്തിൻ്റെ പേരിൽ അച്ഛൻ കരുതി വെച്ച ബിസിനസ് ഷെയറുകൾ ആണിത്. ഇത് നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം ഇനി മുതൽ രോഹിത്താണ്, അലീന പ്രഖ്യാപിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. രോഹിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അലീനയുടെ അടുത്തേക്ക് വന്ന് കൈ കൂപ്പിക്കൊണ്ട് നിന്നു. എന്നെ മാപ്പാക്കണം ചേച്ചിയെന്ന് അവൻ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ കാഴ്ച കണ്ട് വൈജയന്തിക്ക് പശ്ചാത്താപത്തിൻ്റെ ഭാരം താങ്ങാനായില്ല. താൻ ഇത്രയും കാലം ശത്രുവായി കണ്ട പെൺകുട്ടി തൻ്റെ മകനെ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. അവസാനം വൈജയന്തി പതുക്കെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്നോട് ക്ഷമിക്കണം ബാലേന്ദ്ര, എനിക്ക് തെറ്റുപറ്റി, അവൾ താഴ്ന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു. ബാലചന്ദ്രൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വൈജയെ, ഈ കുടുംബം ഒന്നായി നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമുക്കെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം. അലീനയും കൃഷ്ണമോളും പുഞ്ചിരിയോട് കൂടെ തന്നെ അത് നോക്കി നിന്നു. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്നത് ആ കുടുംബത്തിലെ മനസ്സുകളിലെ പിണക്കത്തിൻ്റെ കാർമേഘങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്ന രംഗങ്ങളാണ്. സ്നേഹത്തിൻ്റെ പുതിയൊരു പുലരിയിലേക്ക് അവർ ഒന്നിച്ചു നടന്നു നീങ്ങുന്ന ഒരു അടിപൊളി കാഴ്ചകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.